പമ്പുന്നൊരു ഏർക്ക് പുറപ്പെട്ടു. ഇപ്പൊ ഒരു ജൊഹാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ചായ കുടിക്കാൻ കയറിയതാണ്. ഇതാണ് സ്ഥലം. നാഗാലാൻഡ് ഭാഗത്തേക്ക് ആ റോഡാണ്. ഈ ഭാഗങ്ങളൊക്കെ നല്ല ഫോറസ്റ്റ് ആണ് കേട്ടോ. ചുറ്റിലും നല്ല തേക്കുകളാണ്, വലിയ പടുകൂറ്റൻ തേക്കുകളാണ്. അതിന്റെ ഇടയിലാണ് ഇതുപോലത്തെ കടകള്. ഇങ്ങനെ കുറെ കടകൾ കാണാം വരുന്ന വഴിക്കൊക്കെ. നല്ല വൃത്തിയുള്ള ഏരിയ ആണ് ഇവിടൊക്കെ. ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളും, ഒട്ടുമിക്ക എന്നല്ല മുഴുവൻ വീടുകൾക്കും വേലി കെട്ടിയിട്ടുണ്ടാവും. മുള കൊണ്ടാണ് വേലി കെട്ടിയിട്ടുള്ളത്. അത് സുലഭമായിട്ട് മുള ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ മുളവേലി ഉണ്ടാക്കിയിട്ടുള്ളത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല പച്ചപ്പുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. പിന്നെ നല്ല നല്ല വീടുകൾ, വൃത്തിയുള്ള വീടുകളാണ് ഈ നാഗാലാൻഡ് ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുക. പിന്നെ പുൽമേടുകളാണ് കേട്ടോ. ഈ പുഴയിലൊക്കെ കാണുന്ന തരത്തിലുള്ള അങ്ങനത്തെ പുൽമേടുകളൊക്കെ ഒരുപാട് കാണാം. സ്കൂളിൻ്റെ മുറ്റത്തായാലും വീടുകളെ മുറ്റത്തായാലും പിന്നെ മൊത്തം ഒഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലത്തെ പുൽമേടുകൾ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള വീടുകളാണ് ഇവിടെയൊക്കെ. ഇത് ഹൈവേ ആണ് ആ കാണുന്നത്. അപ്പുറത്തുള്ളത് ഹൈവേ ആണ്. ഇതിലെ ചെറിയൊരു റോഡ്, അതിൻ്റെ അപ്പുറത്തുള്ള വീടുകളാണ് ഇതൊക്കെ. ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു കാടും പ്രദേശമാണ്. മൊത്തത്തില് ആളുകളും വാഹനങ്ങളൊക്കെ പൊതുവെ കുറവാണ് ഇവിടെ. സൈഡ് കൂടെ ഒക്കെ നല്ല കാടാണ്. ഇത് ദോഗ്മുഗ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കർബിയാൻ ഡിസ്ട്രിക്റ്റ് ആണ്. അവിടുത്തെ ഒരു LP സ്കൂളാണ് ഇവിടെ. അപ്പം ഞാൻ ഈ സ്കൂളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതൊക്കെ ഇവിടുത്തെ ടീച്ചേഴ്സാണ് കേട്ടോ. ഇവരെ ട്രഡീഷണൽ ഡ്രസ്സാണിത്. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചുമരിലൊക്കെ ഓരോ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ക്ലാസ് മുറിയാണിത്. ഇവരെ ഗ്രൗണ്ടാണിത്. ഗ്രൗണ്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കുറെ കുട്ടികൾ ക്യാരംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഹായ്. അതുപോലെ അതാ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ സ്കൂളാണ് കേട്ടോ അത്. കണ്ടൊരു കാഴ്ചയാട്ടോ. കർബി ആംഗ്ലോങ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റില് മഞ്ച എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ സെക്കൻഡ് സാധനങ്ങൾ, അതായത് ഉപയോഗിച്ച വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇവിടെ കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. ഫുള്ള് ഉപയോഗിച്ച വസ്ത്രങ്ങളാണ്. ദിമാപൂരിൽ നിന്നൊക്കെയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞത്. ഇഷ്ടം പോലെ ആളുകളാണ് സാധനങ്ങൾ വാങ്ങാനായിട്ട്, ഡ്രസ്സുകൾ വാങ്ങാനായിട്ട്. ഇതൊക്കെ തണുപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളാണ് കൂടുതലും. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോ ഇതിന്റെ വില 100 രൂപക്കാണ്. 100 രൂപക്കാണ് ഇത് വിൽക്കുന്നത് അറിഞ്ഞത്. ആളുകളൊക്കെ ഡ്രസ്സൊക്കെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇവിടെയുള്ള ഡ്രസ്സിനൊക്കെ 10 രൂപയുള്ളൂ എന്നാ പറഞ്ഞത്. 10 രൂപക്കാണല്ലോ ഈ ഡ്രസ്സുകളൊക്കെ. ഇതൊക്കെ 100 രൂപയുണ്ട് കേട്ടോ. ഈ ഡ്രസ്സുകളൊക്കെ 100 രൂപക്കാണ് എന്നാ പറഞ്ഞത്. ഇത് കണ്ടില്ലേ, 100 രൂപയാണ് ഇതിനൊക്കെ വില. ഇതങ്ങനെ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ പോവാണ് മാർക്കറ്റ്. ഒരുപാട് ദൂരമുണ്ട്. ഒക്കെ ഉപയോഗിച്ചതാണ്.
ഇതങ്ങനെ പോവാട്ടോ, ഒരുപാട് ദൂരമുണ്ട് ഈ മാർക്കറ്റ്. ഞാൻ ഇപ്പൊ കുറെ സമയമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഈ വഴിന്റെ അപ്പുറം ഇപ്പുറം ഇത് തന്നെയാണ്. ഇത്രത്തോളം ഡ്രസ്സുകളൊക്കെ എവിടുന്ന് കിട്ടാനാ ഇവർക്ക്? സോക്സുകളാണ്. ഇതൊരു ലോകാട്ടോ, ഇതൊരു ദിവസം കണ്ടാലും തീരൂല, അതിന് മാത്രം ഉണ്ട്. അങ്ങനെ പോവാണിത് ഫുള്ളായിട്ട്. അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട്. ഇത് കണ്ടില്ല, അത്രയും തിരക്കാത്. ഉപയോഗിച്ച വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു ലോകമാണ് കേട്ടത്. ഇതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ ഞാൻ നാഗാലാൻഡിൽ എത്തിയിരിക്കുകയാണ്. ദിമാപൂര് കഴിഞ്ഞു, ഇനി കോഹിമയിലേക്കാണ് പോണത്. 68 കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ കോഹിമയിലെത്തും. ഇവിടെ പെട്രോളിന് 96 രൂപ 68 പൈസ. അങ്ങനെ ഫുൾ ടാങ്ക് അടിച്ചു. ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പം ഏറ്റവും കുറവുള്ളത് ഇവിടെയാണ്, 96.68. അങ്ങനെ നാഗാലാൻഡിൽ എത്തിയിരിക്കുകയാണ്. നാഗാലാൻഡിൽ എത്തിയിട്ട് ഫസ്റ്റ് ഫുഡാട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്ററോളം ഓടാനുണ്ട്. അങ്ങനെ ഞാൻ കൊഹിമയിലുള്ള കോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് മലയാളികൾ നടത്തുന്ന ഒരു ഫുഡ് സ്റ്റാളാണ്, ചായ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല കമ്പനികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഒക്കെ നാഗാ പീപ്പിളാണ്. സ്റ്റാള് നടത്തുന്ന ഒരാൾ ഇയാളാണ്. പിന്നെ മലയാളികളായ 4 ആളുകളും ഉണ്ട്. 1, 2, 3, 4. Jangan takil lah. ഇതാണ് ആ ഫുഡ് സ്റ്റാള്. കണ്ടില്ലേ? ഇതിന്റെ അകത്തേക്ക് വന്നാൽ ഇത് നാഗാ പീപ്പിളും ഉണ്ട്, അതുപോലെ മലയാളികളും ഉണ്ട്. 4 മലയാളികളായിട്ടുള്ള അവർ കൂടി ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്. ഹായ്. കണ്ടില്ലേ? ഇവരൊക്കെ ഇവിടെ ഫുൾ എൻജോയ്മെന്റിലാണ്. ഹായ്, ഫുൾ എൻജോയ്മെന്റിലാട്ടോ ഇവിടെയൊക്കെ. ഇവിടുത്തെ കിച്ചണാണ്. ഇവര് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ഇവിടുത്തെ ഈ സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫെസ്റ്റിവലും അങ്ങനെ തന്നെയാണ്, 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ. അപ്പോൾ അതുവരെയാണ് ഈ സ്റ്റാളുകൾ മൊത്തം. ഇത് ഒരുപാട് ഫുഡ് സ്റ്റാളുകളുണ്ട്. ഇത് മറ്റൊരു സ്റ്റാളാണ്, ചിക്കനാണ് ഇവിടെ. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? ഹായ്. അങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഒക്കെ ഐറ്റംസ് സ്റ്റാളുകളാണ്. കണ്ടില്ലേ? വെറൈറ്റി വെറൈറ്റി ഫുഡ് സ്റ്റാളുകൾ. നിറയെ ഫുഡ് സ്റ്റാളുകളാണ്. ഇതൊരു ഫുഡ് സ്റ്റാളാണ്.
ഫുഡിന്റെ മെനു ആണ് കേട്ടോ അത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.